ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു സർവീസ് ചെയ്തിട്ട് സെല്ലേഴ്സ് ഏൺ ചെയ്യുന്ന എമൗണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 50K, അതായത് ഏകദേശം $50,000 ഓരോരുത്തർ ഏൺ ചെയ്യുന്നത്. നമുക്ക് ഏകദേശം 81 വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ 40,50,000 രൂപ ഇദ്ദേഹം ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് ഏൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ ആളുകളുടെ അക്കൗണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. 10K, 40K, $1,00,000 വരെ ഏൺ ചെയ്ത ആളുകൾ ഇതിൽ അവൈലബിൾ ആണ്. ഇതിവിടെ നിങ്ങൾക്ക് കാണാം. $1,00,000 എന്ന് പറഞ്ഞാൽ ഏകദേശം 81 ലക്ഷം രൂപ ഈ ഒരു സർവീസ് ചെയ്തിട്ട് ആളുകൾ ഏൺ ചെയ്തിട്ടുണ്ട്. ഇത് അപ്വർക്കിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഫൈവറിൽ നോക്കിയാൽ തന്നെ ഏകദേശം ഈ സർവീസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇദ്ദേഹം ഈ ഒരു ഒറ്റ അക്കൗണ്ടിൽ നിന്ന് ഏകദേശം 5.5 കോടി രൂപയോളം ഈ ഒരു സർവീസ് ചെയ്തിട്ട് ഏൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സർവീസ് നമുക്ക് ഇങ്ങനെ 100% ഫ്രീ ആയിട്ട് മറ്റൊരു വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് കോപ്പി പേസ്റ്റ് ജോബ് പോലെ ചെയ്യാം. അതുപോലെ തന്നെ എല്ലാ ഫ്രീലാൻസിങ് സൈറ്റുകളിലും ഇത് വിൽപ്പന നടത്താനും സാധിക്കുന്ന ഒരു സർവീസ് കൂടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഹലോ ഫ്രണ്ട്സ്, സജിൽ ടെക് സെന്ററിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇ ബുക്ക് കവർ ക്രിയേഷനെ കുറിച്ചാണ്. അതായത് ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു, ആമസോണിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇ ബുക്ക് ക്രിയേറ്റ് ചെയ്ത് വിൽക്കാം എന്നുള്ളതിനെ കുറിച്ച്. ആ സമയം ഞാൻ ഒരു ഇ ബുക്ക് കവർ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ സെയിം പ്രോസസ്സ് വെച്ച് തന്നെ അഡോബിന്റെ ഒരു വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഇ ബുക്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ബുക്കുകൾ നമുക്ക് ഫൈവറോ അല്ലെങ്കിൽ മറ്റുള്ള ഫ്രീലാൻസിങ് വെബ്സൈറ്റുകളിൽ വിൽപ്പന നടത്താനും സാധിക്കുന്നതാണ്. അപ്പോൾ വളരെ ലീഗലായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു വർക്കാണിത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും മൊബൈൽ യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യാം. കാരണം ഈ അഡോബിന്റെ ആപ്ലിക്കേഷനൊക്കെ അവൈലബിൾ ആണ്. അത് ബേസ് ചെയ്തിട്ട് വളരെ സിമ്പിൾ ആയിട്ട് കോപ്പി പേസ്റ്റ് ജോബ് പോലെ ക്ലയന്റ് തരുന്ന ഡീറ്റെയിൽസും അതുപോലെ തന്നെ എന്തെങ്കിലും അവരുടെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ആ ഒരു ഇമേജും വെച്ചിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇ ബുക്ക് കവേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. ഏകദേശം $20-25 നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചാർജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫൈവറിൽ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ്, അതായത് കുറെ നാൾ മുമ്പ് ചെയ്ത വീഡിയോസ് ഒക്കെ ബേസ് ചെയ്തിട്ട് പറയുമ്പോൾ ഒരുപാട് പുതിയ പുതിയ കാറ്റഗറീസ് വന്നിട്ടുണ്ട്. അതായത് കൂടുതൽ ആളുകൾ പർച്ചേസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരുപാട് കാറ്റഗറീസ് അതിലിപ്പോൾ അവൈലബിൾ ആണ്. അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് ഈ ഇ ബുക്ക് ക്രിയേഷൻ എന്ന് പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, ആമസോണിന്റെ കിൻഡിൽ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഒരുപാട് ആളുകൾ, ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകൾ അതിൽ ഇ ബുക്കുകൾ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇ ബുക്ക് ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും അവരുടെ ഇ ബുക്ക് ക്രിയേറ്റ് ചെയ്താൽ എന്ത് വന്നാലും അവർക്കൊരു ഇ കവർ വേണം. അതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അവർ സമീപിക്കുന്ന ഒരു വെബ്സൈറ്റ് ഇതുപോലുള്ള ഫ്രീലാൻസിങ് സൈറ്റുകളൊക്കെ ആയിരിക്കും. അത് ചിലപ്പോൾ SEO ക്ലർക്സോ അല്ലെങ്കിൽ ഇപ്പോൾ freelancer.com, ഗുരു, അതുപോലെ തന്നെ ഫൈവർ ഒക്കെ ആയിരിക്കും. ഫൈവറിൽ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് കിട്ടാൻ ചാൻസ് ഉള്ള, ഇപ്പോൾ കറന്റ് നല്ല രീതിയിൽ വർക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു കാറ്റഗറിയാണ് ഇ ബുക്ക് ക്രിയേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇ ബുക്ക് കവർ ക്രിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇ ബുക്ക് ക്രിയേഷനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ട്രൈ ചെയ്യാം. അതിന്റെ വീഡിയോ ഞാൻ മറ്റൊരു എപ്പിസോഡിൽ പറഞ്ഞു തരുന്നതാണ്, എങ്ങനെ നമുക്ക് ഫൈവറിൽ അത് ലിങ്ക് ചെയ്യാം ആ ഒരു സർവീസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് എങ്ങനെ ഒരു പ്രൊഫഷണലി ക്രിയേറ്റഡ് ആയിട്ടുള്ള ഇ ബുക്ക് കവേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അതെങ്ങനെ ഫൈവറിലും മറ്റ് ഫ്രീലാൻസ് സൈറ്റുകൾ പോലെ തന്നെ നമുക്ക് ഇങ്ങനെ സെല്ല് ചെയ്യാം എന്നുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോ. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇ ബുക്ക് കവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സർവീസ്, അത് ഏതൊക്കെ വെബ്സൈറ്റിൽ നമുക്ക് വിൽപ്പന നടത്താം എന്നുള്ളതിനൊക്കെ കുറിച്ചാണ്. ഇപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഇത് ഇപ്പോൾ റീസെൻ്റ്ലി ലോഞ്ച്ഡ് ആയിട്ടുള്ള കുറച്ച് നാളായിട്ടുള്ളൂ ഈ ഒരു വെബ്സൈറ്റ് ഇപ്പോൾ അവൈലബിൾ ആയിട്ട്. ഇതിൻ്റെ പേര് express.adobe.com എന്നാണ്. അതായത് അഡോബിയുടെ ഒരു വെബ്സൈറ്റാണിത്. അപ്പോൾ ഇതിൽ ഫ്രീയും പ്രീമിയം വേർഷനും അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ ഫ്രീ വേർഷൻ മാത്രം യൂസ് ചെയ്താൽ മതി. അത്യാവശ്യം വർക്കുകളെല്ലാം നമുക്കിത് ചെയ്യാൻ സാധിക്കും. ഇത് ഞാൻ ഒരു ഇ ബുക്ക് കവർ എനിക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ഇ ബുക്ക് കവറാണ്. ഈ ബുക്ക് കവർ മെയിൻലി യൂസ് ചെയ്യുന്നത് ഏതൊക്കെ ടൈപ്പ് ക്ലയൻസ് ആണെന്ന് വെച്ചാൽ, ഇപ്പോൾ ആമസോണിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കിൻഡിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഇതിൽ കിൻഡിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇ ബുക്കുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ ടോപ്പ് കവറായിട്ട് ഒരു ഇ ബുക്ക് കവർ ആവശ്യമാണ്. ബുക്ക് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സൊക്കെയാണ് കൂടുതൽ നമ്മളുടെ കയ്യിൽ നിന്ന് ഈ ഇ ബുക്കുകൾ മേടിക്കാൻ ചാൻസ് ഉള്ളത്. ഇതൊക്കെ ഓരോരുത്തർ ക്രിയേറ്റ് ചെയ്ത ഇ ബുക്കുകളാണ്. അതിൽ ആമസോണിൽ അവൈലബിൾ ആയിട്ടുള്ള ഇ ബുക്കുകളാണ്. ഞാനും ഒരു ആമസോണിൻ്റെ ബുക്ക് ഞാൻ ഇതിന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 43 ways to get good sleep എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അഡോബി എക്സ്പ്രസ് വെച്ചിട്ടാണ് ഞാൻ അതിൻ്റെ കവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ കവർ. ഇതെല്ലാം ഇപ്പോൾ ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലുള്ള ബുക്കുകൾ എങ്ങനെ നമുക്ക് യാതൊരു ഐഡിയയുമില്ലാതെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ഒരു ട്യൂട്ടോറിയൽ വരും ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ എൻ്റെ ബുക്കാണ്, അവൈലബിൾ ആണ്. ഇപ്പോൾ ആമസോണിൻ്റെ എല്ലാ വെബ്സൈറ്റുകളിലും അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രിൻ്റബിൾ വേർഷനും ഞാൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഇ ബുക്കുകൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് യാതൊരു ഐഡിയയും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഇല്ലെങ്കിൽ കൂടിയും ഇതുപോലുള്ള ഒരു കംപ്ലീറ്റ് ഇ ബുക്ക്, ഏകദേശം 185 പേജുള്ള ഒരു ഇ ബുക്കാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ്ലി ലീഗലായിട്ട് നമുക്കിപ്പോൾ ആമസോണിൽ അപ്ലോഡ് ചെയ്യാനും സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാം, ലൈവായിട്ട് കാണാം. ആമസോണിൽ ഓൾറെഡി ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഇ ബുക്കാണ്, എൻ്റെ ഇ ബുക്കാണ്. ഇവിടെ ഓദറിൻ്റെ പേര് നിങ്ങൾക്ക് കാണാം, സജിൽ എന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ മറ്റൊരു ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആർക്ക് വേണമെങ്കിലും ചെയ്യാം, യാതൊരു ഐഡിയ ഇല്ലാത്ത ആളുകൾക്ക് വേണമെങ്കിലും ഇതുപോലുള്ള ഇ ബുക്കുകൾ ചെയ്ത് അപ്ലോഡ് ചെയ്തിടാം. അത്യാവശ്യം നല്ല ഓർഡേഴ്സൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാൻസ്, നിങ്ങൾ പ്രൊമോട്ട് ചെയ്തില്ലെങ്കിൽ കൂടിയും ആമസോൺ നിങ്ങളെ പ്രൊമോട്ട് ചെയ്യും. അതിലൂടെ നല്ല ഓർഡേഴ്സ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം എന്തായാലും. അപ്പോൾ ഇതുപോലെ ഇ ബുക്ക് കവേഴ്സാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയെന്ന് കാണിച്ചു തരാം. അപ്പോൾ ക്ലയൻസിന് കൂടുതൽ നമുക്ക് കിട്ടുന്നത് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെ guru.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കിട്ടും. അതുപോലെ തന്നെ freelancing.com, പിന്നെ മെയിൻലി ഫൈവറിൽ തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഫൈവറിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ക്രിയേറ്റ് ചെയ്യുന്ന, ഗ്രാഫിക് ഡിസൈനേഴ്സ് ഏറ്റവും കൂടുതൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇ ബുക്ക് തന്നെയാണ്. ഈ ഒരു അക്കൗണ്ട് നിങ്ങൾ നോക്കിയാൽ കാണാം, 201 ഓർഡേഴ്സാണ് ക്യൂ. ഒരു ബേസിക് ഇ ബുക്കിന് ചാർജ് ചെയ്യുന്നത് 868 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. കാരണം കൂടുതൽ ആളുകളും ഈ ഇ ബുക്ക് ക്രിയേഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഒരുപാട് പേരും അതിൻ്റെ സീക്രറ്റ്, എങ്ങനെ ഇ ബുക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു തരില്ല. പക്ഷേ ഞാൻ വരും ദിവസങ്ങളിൽ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത് തരുന്നുണ്ട്, നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് പഠിപ്പിച്ച് തരുന്നുണ്ട്. എങ്ങനെ ആമസോണിൽ അത് നമുക്ക് അപ്ലോഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. കംപ്ലീറ്റ്ലി ലീഗലായിട്ട് നമുക്ക് ചെയ്യാം, യാതൊരു പ്രോബ്ലമില്ല. മറ്റൊരു അക്കൗണ്ട് കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം. ഇദ്ദേഹത്തിന് 161 ഓർഡേഴ്സാണ് ക്യൂ. അതുപോലെ തന്നെ റിവ്യൂ ഒക്കെ കാണാം, 20,000 റിവ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം 30,000 ഓർഡേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും ഇവരൊക്കെ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വരുമാനം ലഭിക്കാൻ ചാൻസ് ഉള്ള ഒരു സർവീസാണ് ഇ ബുക്ക് കവർ ക്രിയേഷൻ എന്ന് പറയുന്നത്. ആദ്യം തന്നെ ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഗിഗ് ക്രിയേറ്റ് ചെയ്യുന്നതും ഞാൻ വീണ്ടും കാണിക്കുന്നില്ല, എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കുറച്ച് നാളായിട്ട് എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും എങ്ങനെ ഇതിലൊക്കെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഗിഗ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെയൊക്കെ കുറിച്ച്. അപ്പോൾ അതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയലിൻ്റെ ലിസ്റ്റ് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുമല്ലെങ്കിൽ ഫൈവറിൻ്റെ പ്ലേ ലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ട്യൂട്ടോറിയൽ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. ബേസിക് ടു അഡ്വാൻസ്ഡ് വീഡിയോസ് അതിൽ അവൈലബിൾ ആണ്, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ഇ ബുക്ക് കവർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് express.adobe.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഒരു ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു ഡാഷ്ബോർഡ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇവിടെ ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ, ഈ ലെഫ്റ്റ് സെക്ഷനിൽ ടെംപ്ലേറ്റ്സ് എടുക്കുക. അവിടെ നിങ്ങൾ ഇ ബുക്ക് കവേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇ ബുക്ക് കവേഴ്സ് എന്ന് പറയുമ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതെല്ലാം ഓരോരോ ഇ ബുക്ക് കവറാണ്. അപ്പോൾ നിങ്ങൾ ക്ലയൻറ്റ് ഏത് ബേസ് ചെയ്തിട്ടുള്ള ക്ലയൻറ്റാണ് അതിനനുസരിച്ചുള്ള ടെംപ്ലേറ്റ് നിങ്ങൾക്ക് എടുക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കുക്കിംഗ് ബുക്കാണെങ്കിൽ ഇതുപോലുള്ള ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് എടുക്കാം. ഈ ഇമേജ് തന്നെ നിങ്ങൾ ഇടണമെന്നില്ല. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോ ക്യാൻവ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിക്സാബെ അല്ലെങ്കിൽ പെക്സെൽസ് എന്ന് പറഞ്ഞ 2 വെബ്സൈറ്റ് ഉണ്ട്. പിക്സാബെ, ഇതിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ലീഗലായിട്ടുള്ള ഇമേജസ് ഇവിടെ കാണാം. സ്റ്റണ്ണിങ് യു റോയൽറ്റി ഫ്രീ ഇമേജസ് ആൻഡ് റോയൽറ്റി ഫ്രീ സ്റ്റോക്സ്, അതായത് ഇമേജസും വീഡിയോസും യാതൊരു കോപ്പിറൈറ്റും ഇല്ലാത്ത ഇമേജസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. കമേഴ്ഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് വിൽപ്പന നടത്താനും സാധിക്കും, യാതൊരു പ്രോബ്ലം ഇതിലുണ്ടാവില്ല. ഇതുപോലെ തന്നെ മറ്റൊരു വെബ്സൈറ്റ് ഉള്ളത് പെക്സെൽസ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെബ്സൈറ്റ് എടുക്കാം, ഏത് വെബ്സൈറ്റിൽ വേണമെങ്കിലും. ഇതും സെയിം കോപ്പിറൈറ്റ് ഇല്ലാത്ത റോയൽറ്റി ഫ്രീ ഇമേജസ് കിട്ടുന്ന വെബ്സൈറ്റാണ്. ഇതിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഇമേജസ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അവരുടെ കാറ്റഗറി എന്തെന്ന് വെച്ചാൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കുക്കിംഗ് എന്നാണെങ്കിൽ കുക്കിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എൻ്റർ ചെയ്യാം. കുക്കിംഗ് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഇമേജസ് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇതുപോലൊരു ഇമേജ് എങ്ങനെ ചെയ്യാം, എങ്ങനെ നമുക്ക് എടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ ഇതിൽ നിന്ന് നമുക്കൊരു ഇമേജ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ഫോർ എക്സാമ്പിൾ ഈ ഒരു ഇമേജ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ആകെ നിങ്ങൾ ചെയ്യേണ്ടത് ഫ്രീ ഡൗൺലോഡ് കൊടുക്കുക. ഇപ്പോൾ തന്നെ താഴെ അത് ഡൗൺലോഡായി വന്നിട്ടുണ്ടാവും, പെക്സെൽസ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ നിങ്ങളുടെ ക്ലയൻറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സാമ്പിൾ മാത്രം കാണിക്കുകയാണ്. ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ പാർട്ടി ഫ്ലയേഴ്സ് അല്ലെങ്കിൽ പാർട്ടി ബേസ് ചെയ്തിട്ടുള്ള ഇ ബുക്സ് ആണ് ഇപ്പോൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ടെംപ്ലേറ്റ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഈ ഒരു സിമ്പിൾ അല്ലെങ്കിൽ ഐക്കൺ ഉള്ളതെല്ലാം പ്രീമിയമാണ്, നമുക്ക് എടുക്കാൻ പറ്റില്ല, നമ്മളത് പേ ചെയ്യേണ്ടി വരും. നമുക്ക് ഫ്രീ ആയിട്ടുള്ളത് എടുത്താൽ മതി. നമുക്ക് ഇഷ്ടമുള്ള ഇമേജ് എന്തായാലും നമുക്ക് ഓൺലൈൻ വഴി ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ കുക്കിംഗ് ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു ടെംപ്ലേറ്റ് ഞാനിപ്പോൾ എടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു ടെംപ്ലേറ്റ് ഇവിടെ വരും. ഇപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള ആ ഇമേജ് നിങ്ങൾക്ക് ഇതുപോലെ ഡ്രാഗൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ നേരത്തെ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് പെക്സെൽസിൽ നിന്ന്, അത് ഞാൻ ഇവിടെ റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ റീപ്ലേസ് എന്ന് പറയുന്നൊരു ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതിൽ പ്രസ് ചെയ്യാം.
നിങ്ങൾക്ക് ഇവിടെ നിന്നിട്ട് വേണമെങ്കിലും ഇതുപോലുള്ള ഇമേജസ് അവൈലബിൾ ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരുപാട് ഫ്രീ ഇമേജസ് അവൈലബിൾ ആണ്. സ്റ്റോക്ക് ഇമേജസ് ആണിത്. ഇത് അഡോബ് സ്റ്റോക്ക് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഇമേജ്. ചിലത് പെയ്ഡ് ആയിരിക്കും, ചിലത് ഫ്രീ ആയിരിക്കും. ഇത് വേണമെങ്കിൽ ഈ ഇമേജ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഇമേജ് ഇവിടെ വരും. അതുമല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഇമേജ് പെക്സൽസ് എന്നൊക്കെ പോയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എന്തായാലും ആ ഇമേജ് അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. ആ ഇമേജ് ഇവിടെ നിന്നിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ആ ഒരു ഇമേജ് അപ്ലോഡ് ആയി വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം അത് റീപ്ലേസ് ആയി വരും. ഓക്കെ, റീപ്ലേസ് ആയിട്ടുണ്ട്. ഏറ്റവും മുകളിലാണ് ആ ഒരു ഇമേജ് വന്നിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് റീസൈസ് ചെയ്യാം അത്. ഓക്കെ, ഇപ്പോൾ മുകളിലാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് ഇവിടെ ലെയർ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൂവ് ടു ബോട്ടം എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അതായത് ഒന്നുകൂടി കാണിക്കാം. ഈ ഒരു ഇമേജ് പ്രസ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ ലെയർ ഓർഡർ എന്ന് പറയുന്ന സെക്ഷൻ കാണാം. ഇവിടെ പ്രസ് ചെയ്തിട്ട് ഏറ്റവും താഴെയുള്ള ഈ ഒരു ഐക്കണിൽ കൊടുക്കുക. അപ്പോൾ ആ ഒരു ഇമേജ് അതിൻ്റെ പുറകിലേക്ക് പോകും. ഇനി നമുക്കിപ്പോൾ ടെക്സ്റ്റ് ഒക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു സാമ്പിളിന് വേണ്ടിയിട്ട് കുക്കിംഗ് മാസ്റ്റർ എന്നാണ് ആ ഇ ബുക്കിൻ്റെ പേരെന്ന് വിചാരിക്കുക. അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനി ന്യൂ റെസിപ്പി ഇ ബുക്ക്, ഇത് നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ പാർട്ട് 2 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇതിൻ്റെ സൈസെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി, സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വരും. അതുപോലെ തന്നെ മുകളിലേക്കൊക്കെ ആക്കാം ഇതുപോലെ. ഇപ്പോൾ താഴെ ഒരു ടെക്സ്റ്റ് ഇതുപോലെയുണ്ട്. അത് നമുക്കിപ്പോൾ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ അത് വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടം ഉള്ള രീതിയിൽ അത് എഡിറ്റ് ചെയ്യാം. ഇതുപോലെ വളരെ സിമ്പിളായിട്ട് ഒരു കോപ്പി പേസ്റ്റ് ജോബ് പോലെ നിങ്ങൾക്ക് ഇതുപോലുള്ള ഇ ബുക്ക് കവേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എപ്പോഴും നമ്മൾ ഇ ബുക്കൊക്കെ കൊടുക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ PNG അല്ലെങ്കിൽ PDF ആയിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം ഹൈ ക്വാളിറ്റി അവൈലബിൾ ആയിട്ടുണ്ടാവും. ദെൻ സ്റ്റാർട്ട് ഡൗൺലോഡ് കൊടുക്കുക. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം അത് PDF ഫയലായിട്ട് ഡൗൺലോഡായി വന്നിരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ PDF അല്ലെങ്കിൽ PNG ആയിട്ടും നമുക്കിത് കൊടുക്കാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ ആളുകളും പ്രിഫർ ചെയ്യുന്നത് PDF ഫയലായിട്ടാണ്. കാരണം ആമസോണിലൊക്കെ ഈ ബുക്കുകൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അവർ PDF ഫയലായിട്ടായിരിക്കും ചോദിക്കുന്നത്. ഇപ്പോൾ ക്ലയൻസിന് കൂടുതൽ താല്പര്യം PDF ഫയലായിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് കാണാം അതിൻ്റെ ക്വാളിറ്റി എത്രയുണ്ടെന്ന്. ഹൈ ക്വാളിറ്റി ഇമേജസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഇ ബുക്ക് കവർ വളരെ പെട്ടെന്ന് തന്നെ ഏകദേശം ഒരു 5 മിനിറ്റ് ഒക്കെ എടുക്കുകയുള്ളൂ ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്ക് വിൽപ്പന നടത്താൻ ഒരുപാട് ഓപ്ഷൻസ് അല്ലെങ്കിൽ ഒരുപാട് വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്. എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക ഏതൊക്കെ വെബ്സൈറ്റിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. ഞാൻ എപ്പോഴും കൂടുതൽ ഇതുപോലുള്ള സർവീസുകളിലൊക്കെ പ്രിഫർ ചെയ്യുന്നത് ഫൈവർ തന്നെയാണ്. ഫൈവറും ഇപ്പോഴും ഡിജിറ്റൽ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിസൈനിങ് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് വർക്കുകൾ ഇപ്പോഴും അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഞാനിപ്പോൾ മുമ്പൊക്കെ ചെയ്ത സർവീസുകളാണ് കൂടുതലും. പിന്നെ ആനിമേഷനിലേക്ക് മാറിയപ്പോഴാണ് ഇതുപോലുള്ള സർവീസുകൾ ഞാൻ ചെയ്യാതായത്. ഇനി കൂടുതലും AI ബേസ് ചെയ്തിട്ടുള്ള ഇതുപോലുള്ള ഡിസൈൻ ക്രിയേഷനൊക്കെ വരുന്നുണ്ട്. അതും വരും ദിവസങ്ങളിൽ എങ്ങനെ ചെയ്യും, എങ്ങനെ നമുക്ക് ഓർഡേഴ്സ് കിട്ടും എന്നുള്ളതിനെയൊക്കെ കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെയധികം ഓർഡേഴ്സ് ലഭിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയിൽ വെക്കുക. വരും ദിവസങ്ങളിൽ ഇ ബുക്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് ഇംഗ്ലീഷ് അറിയാത്ത ആളുകൾക്ക് വരെയും ടൈപ്പ് ചെയ്യാത്ത ആളുകൾക്ക് വരെയും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു രീതി ഞാൻ കാണിച്ചു തരാം. ഒരു സീക്രട്ട് ട്രിക്കാണത്. ഞാൻ കാണിച്ചു തരാം എങ്ങനെ നമുക്ക് ഇതുപോലുള്ള ആമസോൺ പോലുള്ള വെബ്സൈറ്റുകളിൽ വളരെയധികം ഭാവിയിൽ ഓർഡേഴ്സ് ലഭിക്കാൻ ചാൻസ് ഉള്ള വെബ്സൈറ്റുകളിൽ എങ്ങനെ ലീഗലായിട്ട് അപ്ലോഡ് ചെയ്യാം, യാതൊരു കോപ്പി റൈറ്റും ഇല്ലാതെ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനൊക്കെ കുറിച്ച് ഞാൻ കൂടുതലും ഇ ബുക്കുകൾ ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പോകുകയാണ്. കൂടുതൽ സബ്ജക്റ്റുകളിൽ ബേസ് ചെയ്തിട്ട് ഒരുപാട് ഇ ബുക്കുകൾ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും. ഓരോന്ന് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച്. ഓക്കെ, തീർച്ചയായിട്ടും ഇ ബുക്ക് കവർ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത്യാവശ്യം ഓർഡേഴ്സ് ലഭിക്കാൻ ചാൻസ് ഉള്ള ഒരു സർവീസ് കൂടിയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സുമായി വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.